കറക്കത്തിൽ തന്നെയാണ്. നമ്മൾ ജിദ്ദയിലാണുള്ളത്. ജിദ്ദയിൽ അൽഹംറ ബീച്ചിലാണുള്ളത്. നമ്മൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹംറ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഹംറ ബീച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വൺ ഓഫ് ദ ഫേമസ് ലാൻഡ്മാർക്കാണ് ജിദ്ദയിലെ. ഇവിടെ ജിദ്ദയിൽ വലിയൊരു ഈവൻ്റ് നടക്കുന്നതിൻ്റെ ചെറിയ കുറച്ച് കാഴ്ചകൾ ഇവിടെ ഹംറ ബീച്ചിലുണ്ട്. ഇതൊരു ബീച്ച് ഏരിയയാണ്. ഇത് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു ബീച്ചാണത്. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഈ തലക്കലാണുള്ളത്. അപ്പോൾ ഇനി ആ തലക്കിലേക്ക് 3 കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം, തിരിച്ചിങ്ങോട്ട് 3 കിലോമീറ്റർ നടക്കണം. അതിൻ്റെ ഇടയിലുള്ളത് നടത്താൻ ഏകദേശം അപ്പോൾ ഒരു 8 കിലോമീറ്ററോളം നമ്മൾ ഏകദേശം നടക്കേണ്ടി വരും. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ചൂടുമാണ്, കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് നിങ്ങളിൽ എത്തിച്ച് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനൽ നിങ്ങൾ മറക്കാതെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കാഴ്ചകളൊക്കെ പകർത്തി നിങ്ങൾക്ക് കാണിച്ചു തരുന്നല്ലോ. ഒടുക്കത്തെ ചൂടാണ്. പക്ഷേ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാകും. അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ചൂടിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് അവർ ചെയ്തിരിക്കുന്നത്. മുകളിൽ നിന്ന് വെള്ളം സ്പ്രേ ചെയ്ത് വരുന്നത്. ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വാട്ടർഫോൾസ് ഞാൻ കാണിച്ചു തരാം. ഒരു വാട്ടർ ഫൗണ്ടെയിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അത് വളരെ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ അത് നേരെ താഴെ നിന്ന് മുകളിലേക്കാണ് ചാടുന്നത്. നമ്മൾ കണ്ടത് നേരെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നല്ലേ, ഇത് നേരെ താഴെ നിന്ന് മുകളിലേക്ക് ചാടുന്നതാണ്. ഓക്കെ, നമ്മൾ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കണം. അപ്പോൾ ഇവിടുത്തെ ഹംറ ബീച്ചിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്, ജിദ്ദ സീസണിൻ്റെ ഭാഗമായിട്ടുള്ള ഈവൻറ്റ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് 2 സംഭവങ്ങളാണ്. ഒന്നാമതെന്ന് വെച്ചാൽ ഈ ഗ്ലോ ഗാർഡനാണ്. അതായത് കടലിലെ ജീവികളുടെ ഒരു സ്റ്റാറ്റ്യൂ, അതുപോലെ തന്നെ സസ്യങ്ങളുടെയും ജീവികളുടെയും സ്റ്റാറ്റ്യൂ ഉണ്ടാക്കി വെച്ച് അത് ലൈറ്റൊക്കെ വെച്ച് വളരെ കളർഫുള്ളായിട്ട് വളരെ അടിപൊളിയായിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങൾ ഫാമിലികളും കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരായിട്ട് വരുവാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്, കാരണം കളർഫുള്ളായിട്ടുള്ള കാഴ്ചകളാണല്ലോ. അപ്പോൾ ഈ കാണുന്നതാണ് ഗ്ലോ ഗാർഡൻ്റെ എൻട്രൻസ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഗ്ലോ ഗാർഡനിലെ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ എന്താ സംഗതികളുള്ളതെന്ന് ചോദിച്ചാൽ കടൽ ജീവികളുടെ ഒരു ഇല്ലുമിനേറ്റ് ചെയ്യുന്ന ഓരോ രൂപങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നല്ല കളർഫുള്ളാണ് സംഭവങ്ങൾ.
ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബീച്ചാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇതുപോലുള്ള കുറേ ആക്ടിവിറ്റീസ്. ഇത് ജിദ്ദ സീസണിൻ്റെ മെയിൻ ഹാഷ്ടാഗ് എന്ന് പറയുന്നത് കൾച്ചർ ആൻഡ് സീ എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൾച്ചറൽ പ്രോഗ്രാം ആകുമ്പോൾ തന്നെ അതിൽ ആർട്ട് തീർച്ചയായിട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. അപ്പോൾ കുറേ കലാകാരന്മാർ അവരുടെ വർക്കുകളുടെ സ്റ്റാളിൽ അവർ പ്രദർശിപ്പിക്കുന്നുണ്ട്, അവരുടെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യാം, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഫോളോ ചെയ്യാം. ഇതാണ് ആ ആർട്ടിസ്റ്റ് ജിലാനി. ഇവിടെ വേറൊരു സംഭവം ഉണ്ട്, പെയിൻറ്റ് ഫ്ലൂറസൻ പെയിൻ്റാണ്. ഇത് നൈറ്റ് വിഷനുള്ള ഫ്ലൂറസൻ പെയിൻറ്റുകളാണ് കാശ്മീർ. അപ്പോൾ ഇത് ഹാൻഡിക്രാഫ്റ്റ് തന്നെയാണ്, സുവനീറുകളാണ്, സൗദി അറേബ്യയുടെ സുവനീറുകളാണ്. ഇത് എല്ലാം ഹാൻഡിക്രാഫ്റ്റാണ് എന്നാണ് പറഞ്ഞത്. ഈ സംഭവം നമ്മൾ ഹിസ്റ്റോറിക് ജിദ്ദയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈൽ നമ്മൾ കണ്ടിരുന്നല്ലോ, അതിൻ്റെ ഒരു സ്റ്റൈലാണത്. ഇതാണ് ഇത് ഉണ്ടാക്കുന്നത്. സ്മകേഷ് ഓക്കെ. നമ്മൾ ഇവിടെ വേറൊരു സ്റ്റോൾ കാണും, ഇത് കാരിക്കേച്ചറാണ്. കാരിക്കേച്ചർ ഡിജിറ്റൽ ഡ്രോയിങ് ആണ്, നമ്മൾ സാധാ ഡ്രോയിങ് അല്ല, കാരിക്കേച്ചറാണ്. അതെ, ഇതിവിടെ ഒരു കാരിക്കേച്ചർ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. We do caricature. You can take a picture of. Okay, no need. It's in the wall. Some of my work, some of my friend's work. My name is Hamra. This is my Instagram account. Hamra too. Yeah. ഇത് അദ്ദേഹത്തിൻ്റെ കുറേ വർക്ക്സാണ്, അദ്ദേഹം ചെയ്ത കുറേ വർക്കുകളാണ്. അതിൻ്റെ താഴെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ID അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ പോയിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, താങ്ക് യു. This is Ali. ഓക്കെ. أهلا حياك الله. ഇവിടെ വേറൊരു സ്റ്റാളുണ്ട്, അവർ കീ ചെയിനിലും മറ്റും നമ്മുടെ പേരും മറ്റും എഴുതി തരും. ഇതുപോലെ സംഭവങ്ങളാണ്. ഇങ്ങോട്ടെ ഇത് മരത്തിൻ്റെ മറ്റൊരു പീസാണ്, ഇതിൻ്റെ അവർ പേര് എഴുതിയത്. അത് പേനയല്ല കൈസ്, മുളേൻ്റെ തണ്ടാണ്. മുളേൻ്റെ തണ്ട് കൊണ്ടാണ് അവർ എഴുതുന്നത്. നമ്മൾ ഹിസ്റ്റോറിക് ജിദ്ദയിൽ ചെന്നപ്പോൾ, ബലദിൽ ചെന്നപ്പോൾ അവിടെയും കണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റ്. ഞാൻ എൻ്റെ പേര് എഴുതി വാങ്ങിച്ചില്ല, അതുപോലെയുള്ളൊരു ആർട്ടിസ്റ്റ് തന്നെയാണ്. അറബിക് കാലിഗ്രഫി വർക്കാണ്. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് സംഭവങ്ങളാണ്, ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയാണ്. ഈ ചേച്ചിയാണ് അത് ഉണ്ടാക്കുന്നത്. UFO സിരി. ഓക്കെ, അവർ ലെബനീസാണ്. ഇവിടെ മറ്റൊരു ഡ്രോയിങ്സാണ്, ബട്ട് ഇവളാണ് ഇവിടെ ഡ്രോ ചെയ്യുന്നത്. നല്ല അടിപൊളി ഡ്രോയിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെച്ച. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഫലാസ് ആണ്. വ്യത്യസ്തമായ 6 രാജ്യങ്ങളുടെ കൾച്ചർ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഇന്ത്യൻ്റെ ഒരു പരിപാടിയുണ്ട്, അപ്പോൾ അതിന്ന് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെയിന്, ചൈന, ആഫ്രിക്ക, അമേരിക്ക, സൗദി, ഇന്ത്യ എന്നീ 6 രാജ്യങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാമാണ് ഈ ലാസ്റ്റ് ഫലാസിൽ നടക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ കൾച്ചറാണ്, ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് അമേരിക്കൻ കൾച്ചറാണ് പരിപാടി ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ കൾച്ചർ വരുന്നുണ്ട്.
جالس هذا جالس اخر كده. നമുക്ക് ഇവിടെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഫുഡ് സ്റ്റാൾ കാണാൻ പറ്റും. ഇവിടെയുണ്ട് ഒരുപാട് ഫുഡ് സ്റ്റാളുകൾ ഇവിടെയുണ്ട്. ചെറിയ ചെറിയ സ്നാക്സ് ആണ്. هذا ايش؟ كبدة دجاج. دجاج؟ برجر؟ أنا سعيد. سعيد. سعيد؟ حبيبي. اسمك سعيد؟ أيوة اسمه سعيد. اوكي. في كبدة ليفر أند تشيكن فاهيتا. تفضل يا حبايب حياكم. عندي عصير نكهات وعندي عصيرات طازة وعندي كبدة ودجاج فاهيتا كل شيء. وعندي بطاطس. نتكلم ماشي بعدين تسوي كم دقيقة؟ كم دقيقة؟ സൗദി അറേബ്യയുടെ ഒരു കട്ടൗട്ട്.
അപ്പോൾ ഇന്ന് ഇന്ത്യൻ കൾച്ചറാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ പരിപാടി കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം.
ചുട്ട് പൊള്ളുന്ന വെയിലാണ്. പക്ഷേ അതിനോണ്ട് കാര്യം എന്താണെന്നറിയോ, ചൂടായതുകൊണ്ട് തന്നെ ഈ ചൂട് കാലത്താണ് ഈത്തപ്പഴം പഴുക്കൽ. ഈത്തപ്പഴം പഴുക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ടെങ്കിൽ ഈത്തപ്പഴം പഴുക്കുള്ളൂ. ഹംറ ബീച്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈത്തപ്പഴം ഇങ്ങനെ പഴുത്ത് മരത്തിൽ പഴുത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് ചാനൽ അതുപോലെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.